ഹായ്, വെൽക്കം ബാക്ക് ടു ഷാൻസിയാൻ ആർട്ട്. എൻ്റെ പേര് ഷൈനി. ഇന്നത്തെ വീഡിയോയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട്. ഞാനിന്ന് സീരീസ് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ് കേട്ടോ. ഒരു 6 വീക്സ് കഴിയുമ്പോൾ നമുക്കൊരു ഫെസ്റ്റിവൽ വരികയാണ്. എന്താണ് ആ ഫെസ്റ്റിവൽ? ക്രിസ്മസ് ആണ്. 6 വീക്സ് കഴിയുമ്പോൾ നമുക്ക് വരുന്ന ക്രിസ്മസ് ന്യൂ ഇയർ ഫെസ്റ്റിവൽ ആണ് കേട്ടോ. ക്രിസ്മസിന് നമ്മൾ കൂടുതലായിട്ട് എന്താണ് ചെയ്യുന്നത്? ഒരുപാട് ഡെക്കറേഷൻസ് നമ്മൾ ചെയ്യുക അല്ലെ. ക്രിസ്മസ് ട്രീ എല്ലാം വാങ്ങി വെച്ചിട്ട് ക്രിസ്മസ് ട്രീയിൽ തന്നെ നമ്മൾ ഒരുപാട് ഡെക്കറേഷൻസ് ചെയ്യും. ലൈറ്റിംഗ്, ഇതൊക്കെയാണ് നമ്മൾ ക്രിസ്മസിന്റെ പ്രത്യേകത. ക്രിസ്മസ് എന്ന് പറഞ്ഞാലേ ഡെക്കറേഷൻ ആണല്ലേ. ഡെക്കറേഷനും ലൈറ്റിങ്ങും കൊണ്ട് നിറയുന്നതാണ് ക്രിസ്മസ് ആൻഡ് ന്യൂ ഇയർ ഫെസ്റ്റിവൽ. നമുക്ക് ക്രോഷ്യയിൽ ഒരുപാട് ഡെക്കറേഷൻ ഐറ്റംസ് ചെയ്യാൻ പറ്റും കേട്ടോ. ക്രിസ്മസ് റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ ഡെക്കറേഷനും നമുക്ക് ക്രോഷ്യയിൽ ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പൊ ഇനി വരുന്നത് ക്രിസ്മസ് ആയതുകൊണ്ട് ഞാൻ കരുതി ഒരു സീരീസ് ആയിട്ട് നമുക്ക് അങ്ങ് ചെയ്താലോ. ഒരു 6 ആഴ്ചത്തെ ഒരു സീരീസ് ആയിരിക്കും. വീക്ക്ലി ഒരു വീഡിയോ ആയിരിക്കും വരുന്നത്. ലോങ് വീഡിയോ ആകുവാണെങ്കിൽ ഞാൻ 2 പാർട്ടായിട്ടായിരിക്കും ചെയ്യുന്നത്. അപ്പോൾ വീക്ക്ലി 2 വീഡിയോ വരും കേട്ടോ. ഈ ഡെക്കറേഷൻ ഐറ്റംസ് ഞാൻ വന്ന് ബിഗിനേഴ്സ് ഫ്രണ്ട്ലി ആയിട്ടായിരിക്കും ചെയ്യുന്നത്. കുറച്ച് പാടുള്ളതൊന്നുമല്ല, ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന വർക്കായിരിക്കും ഞാൻ കൂടുതലും എടുത്ത് ചെയ്യുന്നത് കേട്ടോ. ഈ സീരീസിലെ ആദ്യത്തെ ഡെക്കറേഷൻ ഐറ്റം വന്ന് നമുക്ക് വളരെ എളുപ്പത്തിൽ തന്നെ ചെയ്യാൻ പറ്റുന്ന ഒരു ഡെക്കറേഷൻ ആണ് ഞാൻ എടുത്തിട്ട് വന്നിട്ടുള്ളത്. ഒരു അരമണിക്കൂറൊക്കെ മതിയാകും കേട്ടോ നമുക്ക് ചെയ്ത് തീർക്കാനായിട്ട്. അത്രയ്ക്ക് എളുപ്പമായിട്ടുള്ള ഒരു ഡെക്കറേഷൻ ഐറ്റം ആണ് ഞാൻ കൊണ്ടുവന്നിട്ടുള്ളത്. എന്താണെന്ന് നമുക്കത് നോക്കാം. സ്നോഫ്ലേക്സ് ആണ് ഞാൻ ചെയ്തിരിക്കുന്നത്. ഇതിന്റെ സ്നോഫ്ലേക്സിന്റെ ട്യൂട്ടോറിയലാണ് ഞാൻ ഇന്ന് ഇടാൻ പോകുന്നത്. ഞാൻ 2 കളറിൽ ചെയ്തിട്ടുണ്ട്. ഒന്ന് റെഡും ഒന്ന് വൈറ്റും. സ്നോഫ്ലേക്സ് റെഡ് ആൻഡ് വൈറ്റ് കോമ്പിനേഷനിലൊക്കെ ചെയ്തിട്ടിടാം കേട്ടോ. ഇങ്ങനെ ഇത് നോക്കിക്കേ, ഈ 2 കോമ്പിനേഷനിലും കൂടി ചെയ്തിടുമ്പോഴും നല്ല ഭംഗിയാണ്. അടിയില് വൈറ്റും മീതെ റെഡും കൂടി വെച്ചിട്ട് നമ്മൾ ക്രിസ്മസ് ട്രീയിൽ ഇടുവാണെങ്കിൽ നല്ല ഭംഗിയായിരിക്കും കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് സ്നോഫ്ലേക്സ് എങ്ങനെ ചെയ്യേണ്ടതെന്നാണ് നോക്കാൻ പോകുന്നത്. അപ്പോൾ ഇന്ന് തൊട്ട് നമ്മൾ ഓരോരോ ഡെക്കറേഷൻ ആയിട്ട് പഠിക്കാൻ പോവുകയാണ്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് നോക്കാൻ പോകുന്നത് എന്താണ്? സ്നോഫ്ലേക്സ് ആണ് ഫസ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ ഇനി എങ്ങനെയാണ് സ്നോഫ്ലേക്സ് ചെയ്യേണ്ടതെന്ന് നോക്കാൻ പോവാം. ഈ സ്നോഫ്ലേക്സ് ചെയ്യുന്നതിന് മുന്നേ ഞാൻ വേറൊരു കാര്യം കൂടി പറയാം. പുതിയതായിട്ട് ആരെങ്കിലും എൻ്റെ വീഡിയോസ് കാണുന്നവരുണ്ടെങ്കിൽ, അവർക്ക് ക്രൂഷ്യ പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ക്രൂഷ്യ ഫോർ ബിഗിനേഴ്സ് എന്നൊരു പ്ലേലിസ്റ്റ് ഞാൻ ചെയ്തിട്ടിട്ടുണ്ട് കേട്ടോ. പ്ലേലിസ്റ്റിൽ കയറി നോക്കിയാൽ മതിയാകും. ക്രൂഷ്യ ഫോർ ബിഗിനേഴ്സ് എന്ന പേരിലുണ്ടായിരിക്കും. അതിലെ ബേസിക് സ്റ്റിച്ചസ് ആയ എല്ലാ സ്റ്റിച്ചസും ഞാൻ ചെയ്തിട്ടുണ്ട്. ക്രൂഷ്യ ഫോർ ബിഗിനേഴ്സ് എന്ന പ്ലേലിസ്റ്റിൽ കയറിയിട്ട് എല്ലാ ബേസിക് സ്റ്റിച്ചസും പഠിച്ചതിന് ശേഷം ഇത് ചെയ്ത് നോക്കിയാൽ മതിയായിരിക്കും കേട്ടോ. ഞാൻ ഡിസ്ക്രിപ്ഷനിലും കൂടി കൊടുക്കാം കേട്ടോ. അപ്പൊ നമുക്കിനി വീഡിയോയിലോട്ട് പോകാം. ക്രിസ്മസ് സീരീസിൽ ഫസ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് സ്നോഫ്ലേക്സ് ആണ് നോക്കാൻ പോകുന്നത്. അപ്പോൾ സ്നോഫ്ലേക്സ് ചെയ്യാനായിട്ട് എന്തൊക്കെയാണ് വേണ്ടതെന്ന് ആദ്യം നോക്കാം. ആദ്യം ഞാൻ എടുത്തിരിക്കുന്നത് ത്രെഡാണ്. യാണല്ല, ത്രെഡാണ് കേട്ടോ. യാണ് വന്ന് കുറച്ചുകൂടി തിക്കായിരിക്കും. കുറച്ചുകൂടി തിന്നായിട്ട് വരുന്നത് ത്രെഡാണ്. അപ്പോൾ നിങ്ങൾക്ക് യാണ് വേണമെങ്കിൽ യൂസ് ചെയ്യാം. അത് കുറച്ചുകൂടി കട്ടിക്കിരിക്കുന്നേ ഉള്ളൂ. അപ്പോൾ ത്രെഡ് ആകുമ്പോൾ കുറച്ചുകൂടി ആ സ്നോഫ്ലേക്സ് പോലെ കുറച്ചുകൂടി തിന്നായിട്ട് വരും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ത്രെഡ് എടുത്തിരിക്കുന്നത്. ത്രെഡ് വന്ന് ഞാൻ എടുത്തിരിക്കുന്നത് വൈറ്റ് കളർ ത്രെഡാണ്. നിങ്ങൾക്ക് റെഡ് കളർ വേണമെങ്കിലും എടുക്കാവുന്നതാണ് കേട്ടോ. റെഡ് ഓർ വൈറ്റ്, ഈ 2 കളറിലും ഏതെങ്കിലും ഒരു കളർ നിങ്ങൾക്ക് എടുത്ത് ചെയ്യാവുന്നതാണ്. നെക്സ്റ്റ് വേണ്ടത് ഹുക്കാണ്. ഹുക്ക് ഞാൻ 2 mm സൈസ് ഹുക്കാണ് എടുത്തിരിക്കുന്നത്. നെക്സ്റ്റ് വേണ്ടത് സിസർ. നെക്സ്റ്റ് വേണ്ടത് യാൺ നീഡിൽ. 3 തിങ്സ് മതിയാകും സ്നോഫ്ലേക്സ് ചെയ്യാനായിട്ട്. അപ്പോൾ നമുക്കിനി സ്നോഫ്ലേക്സ് എങ്ങനെയാണ് ചെയ്യേണ്ടത് നോക്കാം. സ്നോഫ്ലേക്സ് ചെയ്യാനായിട്ട് തുടങ്ങാം. സ്നോഫ്ലേക്സ് ചെയ്യാനായിട്ട് വൈറ്റ് കളർ ത്രെഡാണ് എടുത്തിരിക്കുന്നത്. ത്രെഡ് ഇങ്ങനെ എടുക്കുമ്പോൾ നമ്മുടെ ലെഫ്റ്റ് സൈഡിലുള്ളത് ടെയിൽ സൈഡും റൈറ്റ് സൈഡിലുള്ളത് വർക്കിംഗ് സൈഡും ആണ് കേട്ടോ. ആദ്യം നമ്മൾ ചെയ്യേണ്ടത് മാജിക് റിംഗ് ആണ്. മാജിക് റിംഗ് ചെയ്യാം. മാജിക് റിംഗ് ഇപ്പോൾ ചെയ്തു. ഈ മാജിക് റിങ്ങിനുള്ളിൽ ഇനി 12 സിംഗിൾ ക്രൂഷ്യയാണ് ചെയ്യേണ്ടത്. എത്ര? 12 സിംഗിൾ ക്രൂഷ്യ. 1
സിംഗിൾ ക്രൂഷേ ചെയ്തിട്ടുണ്ട്. 12 സിംഗിൾ ക്രൂഷേ ചെയ്തിട്ട് ഈ ടെയിൽ സൈഡ് ഉണ്ടല്ലോ, ഈ ടെയിൽ സൈഡ്, ഈ സൈഡിനെ വലിച്ച് ഈ റിങ്ങിനെ നമുക്കിനി ക്ലോസ് ചെയ്യണം. ഈ മാജിക് റിങ്ങിനെ ക്ലോസ് ചെയ്യണം. ഈ മാജിക് റിങ്ങിൽ ചെയ്തിട്ടുള്ള 12 സിംഗിൾ ക്രൂഷേ ആണ് റൗണ്ട് 1 കേട്ടോ. ഫസ്റ്റ് റൗണ്ടാണ് നമ്മളിപ്പം കഴിഞ്ഞത്. ഫസ്റ്റ് റൗണ്ടിൽ 12 സിംഗിൾ ക്രൂഷേ ആണ് ചെയ്യുന്നത്. ആദ്യം മാജിക് റിംഗ് ചെയ്തിട്ട് റൗണ്ട് 1 നമ്മൾ 12 സിംഗിൾ ക്രൂഷേ ചെയ്യണം കേട്ടോ. നല്ലതുപോലെ വലിച്ച് ടൈറ്റ്. ഓക്കെ, നല്ലതുപോലെ വലിച്ച് മാക്സിമം എത്ര ടൈറ്റ് ചെയ്യാൻ പറ്റുമോ അത്രത്തോളം ടൈറ്റ് ചെയ്യാം. ടൈറ്റ് ചെയ്തിട്ട് ഇനി ഫസ്റ്റ് സിംഗിൾ ക്രൂഷേ ഉണ്ടല്ലോ, ഫസ്റ്റ് സിംഗിൾ ക്രൂഷേയിൽ സ്ലിപ്പ് സ്റ്റിച്ച് ഇട്ട് ക്ലോസ് ചെയ്യണം. ഈ ഫസ്റ്റ് സിംഗിൾ ക്രൂഷേയിൽ സ്ലിപ്പ് സ്റ്റിച്ച് ഇട്ട് ഫസ്റ്റ് റൗണ്ടിനെ ക്ലോസ് ചെയ്യണം. റൗണ്ട് ക്ലോസ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് നെക്സ്റ്റ് റൗണ്ട് ചെയ്യാം. നെക്സ്റ്റ് റൗണ്ട് ചെയ്യാനായിട്ട് ഫസ്റ്റ് 3 ചെയിൻ ഇടണം. 1 2 3. സെയിം സ്റ്റിച്ചിൽ തന്നെ ഒരു ഡബിൾ ക്രൂഷേ കൂടെ ഇടണം കേട്ടോ. നെക്സ്റ്റ് സ്റ്റിച്ചിലാണ് ഡബിൾ ക്രൂഷേ ഇടേണ്ടത്. പക്ഷേ നമ്മളിങ്ങനെ നെക്സ്റ്റ് സ്റ്റിച്ചിൽ ഇടുമ്പോഴത്തേക്ക് ഞാൻ കാണിച്ചു തരാം. തൊട്ടടുത്തുള്ള സ്റ്റിച്ചിൽ ഇടുമ്പോഴത്തേക്ക് ഇവിടെ ഒരു വലിയൊരു ഗ്യാപ്പ് വരുന്നത് കണ്ടോ, ഒരു ഫില്ലാവുന്നില്ല. അപ്പോൾ അതുകൊണ്ട് ഈ 3 ചെയിനിനെ ഡബിൾ ക്രൂഷേ ആയിട്ട് അസ്യൂം ചെയ്യണ്ട. ഈ 3 ചെയിനിന് ഡബിൾ ക്രൂഷേ ആയിട്ട് അസ്യൂം ചെയ്യണ്ട. സെയിം സ്റ്റിച്ചിൽ തന്നെ ഒരു ഡബിൾ ക്രൂഷേ ചെയ്യും. ഓക്കെ, സെയിം സ്റ്റിച്ചിൽ തന്നെ ഒരു ഡബിൾ ക്രൂഷേ ചെയ്തിട്ട് ഇനി നെക്സ്റ്റ് സ്റ്റിച്ചിൽ ഒരു ഡബിൾ ക്രൂഷേ, നെക്സ്റ്റ് സ്റ്റിച്ചിലൊരു ഡബിൾ ക്രൂഷേ, നെക്സ്റ്റ് 3 ചെയിൻ 1 2 3. ഫസ്റ്റ് 2 ഡബിൾ ക്രൂഷേ ചെയ്തിട്ട് ഈ ചെയിൻ 3നെ ഡബിൾ ക്രൂഷേ ആയിട്ട് അസ്യൂം ചെയ്യേണ്ട. ഫസ്റ്റ് 2 ഡബിൾ ക്രൂഷേ ചെയ്തിട്ട് നെക്സ്റ്റ് 3 ചെയിൻ. നെക്സ്റ്റ് സിംഗിൾ ക്രൂഷേയിൽ നെക്സ്റ്റ് 2 സിംഗിൾ ക്രൂഷേയിൽ നമ്മൾ ഡബിൾ ക്രൂഷേ ചെയ്യാൻ പോവുകയാണ്. ഓരോരോ ഡബിൾ ക്രൂഷേ ആണ് ചെയ്യുന്നത്. നെക്സ്റ്റ് 2 സിംഗിൾ ക്രൂഷേയിൽ തൊട്ടടുത്തുള്ള നെക്സ്റ്റ് സ്റ്റിച്ചിൽ ഒരു ഡബിൾ ക്രൂഷേ, വീണ്ടും തൊട്ടടുത്തുള്ള നെക്സ്റ്റ് സ്റ്റിച്ചിൽ ഒരു ഡബിൾ ക്രൂഷേ. 2 സിംഗിൾ ക്രൂഷേയിൽ ഓരോരോ ഡബിൾ ക്രൂഷേ വേണം ചെയ്യേണ്ടത്. നെക്സ്റ്റ് ചെയിൻ 3 1 2 3. ചെയിൻ 3 ഇട്ടിട്ട് നെക്സ്റ്റ് 2 സിംഗിൾ ക്രൂഷേയിൽ ഡബിൾ ക്രൂഷേ ചെയ്യണം. നെക്സ്റ്റ് 2 സിംഗിൾ ക്രൂഷേയിൽ, ഇതാണ് നെക്സ്റ്റ് സ്റ്റിച്ച്, നെക്സ്റ്റ് സിംഗിൾ ക്രൂഷേയിൽ ഡബിൾ ക്രൂഷേ 1 2. നെക്സ്റ്റ് ചെയിൻ 3 1 2 3. നെക്സ്റ്റ് ചെയിൻ 3. നെക്സ്റ്റ് 2 സിംഗിൾ ക്രൂഷേയിൽ ഡബിൾ ക്രൂഷേ, നെക്സ്റ്റ് 2 സിംഗിൾ ക്രൂഷേയിൽ, ഈ 2 സിംഗിൾ ക്രൂഷേയിലും ഓരോരോ ഡബിൾ ക്രൂഷേ. ഇങ്ങനെ വേണം കണ്ടിന്യൂ ചെയ്യേണ്ടത്. നെക്സ്റ്റ് സ്റ്റിച്ചും കൂടി ചെയ്ത് കാണിക്കാം. ഇത് സെക്കൻഡ് റൗണ്ട് ആണ്. സെക്കൻഡ് റൗണ്ട് ഇങ്ങനെയാണ് കണ്ടിന്യൂ ചെയ്യേണ്ടത്. 1 2. നെക്സ്റ്റ് ചെയിൻ 3 1 2 3. അപ്പോൾ ഈ സെയിം പാറ്റേൺ ആണ് കണ്ടിന്യൂ ചെയ്യേണ്ടത്. ഈ സെയിം പാറ്റേൺ കണ്ടിന്യൂ ചെയ്തിട്ട് നമുക്ക് സെക്കൻഡ് റൗണ്ടിൻ്റെ എൻഡിലെത്തുമ്പോൾ കാണാം. സെക്കൻഡ് റൗണ്ടിൻ്റെ എൻഡിലെത്തിയിട്ടുണ്ട്. നമുക്ക് ഫസ്റ്റ് ഡബിൾ ക്രൂഷേയിൽ ഈ ചെയിൻ 3നെ വിടാം. ചെയിൻ 3നെ വിട്ടിട്ട് ഫസ്റ്റ് ഡബിൾ ക്രൂഷേയിൽ സ്ലിപ്പ് സ്റ്റിച്ച് ഇട്ട് സെക്കൻഡ് റൗണ്ടിനെ ക്ലോസ് ചെയ്യാം കേട്ടോ. നമുക്ക് 3 ഡബിൾ ക്രൂഷേ പോലെ ഇരിക്കും, അത് കുഴപ്പമില്ല. ഈ ചെയിൻ 3നെ ഡബിൾ ക്രൂഷേ ആയിട്ട് അസ്യൂം ചെയ്യുമ്പോഴേക്കും നമുക്കിവിടെ ഗ്യാപ്പ് വരുന്നുണ്ട്. ആ ഗ്യാപ്പ് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്തത്. അത് കുഴപ്പമില്ല. അപ്പോൾ നമ്മുടെ സെക്കൻഡ് റൗണ്ട് കംപ്ലീറ്റ് ആയി. സെക്കൻഡ് റൗണ്ട് കംപ്ലീറ്റ് ആകുമ്പോൾ നമുക്ക് ടോട്ടലായിട്ട് 12 ഡബിൾ ക്രൂഷേസ് ഉണ്ടായിരിക്കും കേട്ടോ. 12 ഡബിൾ ക്രൂഷേയും 1 2 3 4 5 6 3 ചെയിനും ഉണ്ടായിരിക്കും, 12 ഡബിൾ ക്രൂഷേസും ഉണ്ടായിരിക്കും. പിന്നെ നമുക്ക് തേർഡ് റൗണ്ടാണ്.
നെക്സ്റ്റ് ചെയ്യാൻ പോകുന്നത് തേർഡ് റൗണ്ട് ആണ്. ആദ്യം ചെയിൻ 1 ഇടണം. ചെയിൻ 1 ഇട്ടിട്ട് സെയിം സ്റ്റിച്ചിൽ തന്നെ സിംഗിൾ ക്രോഷേ, നെക്സ്റ്റ് സ്റ്റിച്ചിലും സിംഗിൾ ക്രോഷേ. പ്രീവിയസ് റൗണ്ടിൽ നമ്മൾ ചെയ്ത 2 ഡബിൾ ക്രോഷയുടെ മുകളിൽ സിംഗിൾ ക്രോഷേ ആണ് ചെയ്യേണ്ടത്. നെക്സ്റ്റ് ചെയ്യേണ്ടത് ഈ ചെയിൻ 3 സ്പേസിലാണ്. ചെയിൻ 3 സ്പേസിൽ ആദ്യം ഒരു ഹാഫ് ഡബിൾ ക്രോഷേ. ചെയിൻ 3 സ്പേസിൽ ആദ്യം ചെയ്യേണ്ടത് ഒരു ഹാഫ് ഡബിൾ ക്രോഷേ, നെക്സ്റ്റ് ഡബിൾ ക്രോഷേ. ആദ്യം ഇടേണ്ടത് ഹാഫ് ഡബിൾ ക്രോഷേ, നെക്സ്റ്റ് ഡബിൾ ക്രോഷേ, നെക്സ്റ്റ് ചെയിൻ 4 1 2 3 4 ചെയിൻ 4. നെക്സ്റ്റ് സെയിം ഈ ചെയിൻ 3 സ്പേസിൽ തന്നെ ഒരു ഡബിൾ ക്രോഷേ, നെക്സ്റ്റ് ഹാഫ് ഡബിൾ ക്രോഷേ. ഓക്കെ, ഇനി നെക്സ്റ്റ് ഈ 2 ഡബിൾ ക്രോഷയുടെ മുകളിലും ചെയ്യേണ്ടത് സിംഗിൾ ക്രോഷേ ആണ്. നെക്സ്റ്റ് 2 സ്റ്റിച്ചിലും ചെയ്യേണ്ടത് സിംഗിൾ ക്രോഷേ. ഇതാണ് ഈ 2 സ്റ്റിച്ച്. ഈ 2 സ്റ്റിച്ചിലും ചെയ്യേണ്ടത് സിംഗിൾ ക്രോഷേ. 1 2. നെക്സ്റ്റ് ചെയിൻ 3 സ്പേസിൽ ഫസ്റ്റ് സ്റ്റിച്ച് ഹാഫ് ഡബിൾ ക്രോഷേ, നെക്സ്റ്റ് ഡബിൾ ക്രോഷേ, നെക്സ്റ്റ് ചെയിൻ 4 1 2 3 4 ചെയിൻ 4. ചെയിൻ 4 ഇട്ടിട്ട് നെക്സ്റ്റ് ഡബിൾ ക്രോഷേ, നെക്സ്റ്റ് ഹാഫ് ഡബിൾ ക്രോഷേ. അപ്പോൾ ഈ സെയിം ചെയിൻ 3 സ്പേസിൽ ഇത്രയും സ്റ്റിച്ചസ് ഇടാം. ഹാഫ് ഡബിൾ ക്രോഷേ, ഡബിൾ ക്രോഷേ, ചെയിൻ 4, ഡബിൾ ക്രോഷേ, ഹാഫ് ഡബിൾ ക്രോഷേ. ഇനി നെക്സ്റ്റ് 2 സ്റ്റിച്ചസിൽ സിംഗിൾ ക്രോഷേ. നെക്സ്റ്റ് 2 സ്റ്റിച്ചസിൽ ചെയ്യേണ്ടത് സിംഗിൾ ക്രോഷേ. നെക്സ്റ്റ് ചെയിൻ 3 സ്പേസിൽ ഹാഫ് ഡബിൾ ക്രോഷേ, ഡബിൾ ക്രോഷേ, ചെയിൻ 4 1 2 3 4 ചെയിൻ 4, ഡബിൾ ക്രോഷേ, ഹാഫ് ഡബിൾ ക്രോഷേ. ഇത്രയും സ്റ്റിച്ചസ് ആണ് ചെയിൻ 3 സ്പേസിൽ ഇടേണ്ടത്. അപ്പോൾ ഈ സെയിം പാറ്റേൺ വേണം തേർഡ് റൗണ്ടിൽ കണ്ടിന്യൂ ചെയ്യേണ്ടത്. നെക്സ്റ്റ് 2 സ്റ്റിച്ചസിൽ സിംഗിൾ ക്രോഷേ ചെയ്യണം. നെക്സ്റ്റ് ഹാഫ് ഡബിൾ ക്രോഷേ, ഡബിൾ ക്രോഷേ, ചെയിൻ 4, ഡബിൾ ക്രോഷേ, ഹാഫ് ഡബിൾ ക്രോഷേ. നെക്സ്റ്റ് 2 സ്റ്റിച്ചസിൽ സിംഗിൾ ക്രോഷേ. ഇങ്ങനെ വേണം തേർഡ് റൗണ്ട് ചെയ്യാണ്ടായിട്ട്. ഈ സെയിം പാറ്റേൺ കണ്ടിന്യൂ ചെയ്തിട്ട് നമുക്ക് തേർഡ് റൗണ്ടിൻ്റെ എൻഡിലെത്തുമ്പോൾ കാണാം. തേർഡ് റൗണ്ടിൻ്റെ എൻഡിലെത്തിയിട്ടുണ്ട്. നമുക്ക് നെക്സ്റ്റ് ഒരു ഡബിൾ ക്രോഷേ, നെക്സ്റ്റ് ഒരു ഹാഫ് ഡബിൾ ക്രോഷേ ചെയ്തിട്ട് നമുക്ക് തേർഡ് റൗണ്ടിന് ക്ലോസ് ചെയ്യാം. ഫസ്റ്റ് സിംഗിൾ ക്രോഷേയിൽ സ്ലിപ്പ് സ്റ്റിച്ച് ഇട്ട് തേർഡ് റൗണ്ടിന് ക്ലോസ് ചെയ്യാം. തേർഡ് റൗണ്ട് കംപ്ലീറ്റ് ആകുമ്പോൾ വർക്ക് കാണാനായിട്ട് ഇങ്ങനെ ഇരിക്കും. ഇനി ഫോർത്ത് റൗണ്ട് ചെയ്യാം. ഫോർത്ത് റൗണ്ട് ചെയ്യാനായിട്ട് ആദ്യം നമ്മൾ 2 ചെയിൻ സ്റ്റിച്ചാണ് ഇടേണ്ടത്. ഫസ്റ്റ് 2 ചെയിൻ സ്റ്റിച്ച് 1 2 ചെയിൻ സ്റ്റിച്ച് ഇട്ടിട്ട് നമ്മൾ ചെയിൻ സ്റ്റിച്ച് ഇട്ട് ആ സെയിം സ്റ്റിച്ചിനെയും തൊട്ടടുത്തുള്ള സ്റ്റിച്ചിനെയും സ്കിപ്പ് ചെയ്യണം. സെയിം സ്റ്റിച്ചിനെയും നെക്സ്റ്റ് സ്റ്റിച്ചിനെയും സ്കിപ്പ് ചെയ്തിട്ട് തേർഡ് ആൻഡ് ഫോർത്ത് സ്റ്റിച്ചിലാണ് ഇനി സ്റ്റിച്ച് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ചെയിൻ 2 ഇട്ടിട്ട് ഫസ്റ്റ് 2 സ്റ്റിച്ചിനെയും സ്കിപ്പ് ചെയ്യാം. 1 2 ഈ 2 സ്റ്റിച്ചിനെയും സ്കിപ്പ് ചെയ്യണം. ഈ 2 സ്റ്റിച്ചിനെയും സ്കിപ്പ് ചെയ്തിട്ട് തേർഡ് സ്റ്റിച്ച് ഇതാണ്. തേർഡ് സ്റ്റിച്ചിൽ ഒരു സിംഗിൾ ക്രോഷേ, ഫോർത്ത് സ്റ്റിച്ചിൽ നെക്സ്റ്റ് സ്റ്റിച്ചിലും സിംഗിൾ ക്രോഷേ. 2 സ്റ്റിച്ച് സ്കിപ്പ് ചെയ്തിട്ട് തേർഡ് ആൻഡ് ഫോർത്ത് സ്റ്റിച്ചിൽ സിംഗിൾ ക്രോഷേ ചെയ്യണം. ഇനി ഈ 2 സ്റ്റിച്ചിലും സിംഗിൾ ക്രോഷേ ചെയ്തിട്ട് ഇനി നെക്സ്റ്റ് സ്റ്റിച്ചസ് ചെയ്യാൻ പോകുന്നത്
ചെയിൻ 4 സ്പേസിലാണ് ഇനി നെക്സ്റ്റ് സ്റ്റിച്ചസ് ചെയ്യാൻ പോകുന്നത്. ആദ്യം ഈ ചെയിൻ 4 സ്പേസിനുള്ളിൽ ആദ്യം നമുക്ക് സിംഗിൾ ക്രോഷ്യ ചെയ്യാം. ഒരു സിംഗിൾ ക്രോഷ്യ ചെയ്തിട്ട് നെക്സ്റ്റ് ചെയ്യുന്ന സ്റ്റിച്ചിന്റെ നെയിം വന്ന് പീകോട്ട് സ്റ്റിച്ചാണ്. പീകോട്ട് സ്റ്റിച്ച് എങ്ങനെയാണ് ചെയ്യേണ്ടത് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ചെയ്യുന്നത് ചെറിയൊരു പീകോട്ട് സ്റ്റിച്ചാണ് കേട്ടോ. അപ്പോൾ സിംഗിൾ ക്രോഷ്യ ഇട്ട് ആ സിംഗിൾ ക്രോഷ്യയിൽ തന്നെ നമ്മൾ ചെയിൻ 4 ഇടുന്നു. 1 2 3 4. ശ്രദ്ധിച്ച് നോക്കണം കേട്ടോ. ചെയിൻ 4 ഇട്ടിട്ട് നെക്സ്റ്റ് ചെയ്യാൻ പോകുന്നത് ഈ ചെയിൻ 4ന്റെ ബാക്കിലുള്ള ബമ്പിലാണ്. ഫസ്റ്റ് ചെയിൻ ഉണ്ടല്ലോ, ഫസ്റ്റ് ചെയിനിന്റെ ബമ്പിലാണ്. ഇതാണ് ഫസ്റ്റ് ചെയിനിന്റെ ബമ്പ്. ഈ ഫസ്റ്റ് ചെയിനിന്റെ ബമ്പിലാണ് സ്ലിപ്പ് സ്റ്റിച്ച് ഇടാൻ പോകുന്നത്. ബാക്കിലോട്ട് സ്ലിപ്പ് സ്റ്റിച്ച് ഇടാം. ഇതാണ് പീകോട്ട്. ചെറിയൊരു റൗണ്ടിന്റെ ഷേപ്പിൽ വന്നിട്ടുണ്ട് കണ്ടോ. ഇതാണ് പീകോട്ട് സ്റ്റിച്ച് എന്ന് പറയുന്നത് കേട്ടോ. ഇത് 4 ചെയിൻ ഇട്ടതുകൊണ്ടാണ് ചെറിയ പീകോട്ട് ആയിരിക്കുന്നത്. നമുക്ക് വലിയ പീകോട്ട് വേണമെങ്കിൽ, വലിയ പീകോട്ട് സ്റ്റിച്ച് വേണമെങ്കിൽ ഒരുപാട് ചെയിൻ 7 8 9 10 ചെയിനൊക്കെ ഇട്ട് ചെയ്യുവാണെങ്കിൽ വലുതായിട്ട് പീകോട്ട് വരും. അപ്പോൾ ഇതാണ് പീകോട്ട് സ്റ്റിച്ച്. നെക്സ്റ്റ് സെയിം ചെയിൻ സ്പേസിൽ തന്നെ ചെയ്യേണ്ടത് ഡബിൾ ക്രോഷ്യ. ഇനി നെക്സ്റ്റ് ചെയ്യാൻ പോകുന്നത് 3 ട്രബിൾ ക്രോഷ്യ ആണ്. ഫസ്റ്റ് ട്രബിൾ ക്രോഷ്യ ചെയ്യാം. ഫസ്റ്റ് ട്രബിൾ ക്രോഷ്യ ചെയ്തിട്ട് ഇനി നമുക്ക് നെക്സ്റ്റ് ട്രബിൾ ക്രോഷ്യ ചെയ്യാം. ഇത് സെക്കൻഡ് ട്രബിൾ ക്രോഷ്യ. സെക്കൻഡ് ട്രബിൾ ക്രോഷ്യ ചെയ്തിട്ട് ഇനി ഈ സെക്കൻഡ് ട്രബിൾ ക്രോഷ്യയുടെ മുകളിൽ നമ്മൾ ഇനി 3 പീകോട്ട് സ്റ്റിച്ച് ചെയ്യാൻ പോവാണ്. 3 ടൈംസ് നമ്മൾ പീകോട്ട് ചെയ്യാൻ പോവാണ്. ഇവിടെ നമ്മൾ ഒന്നല്ലേ ചെയ്തുള്ളൂ. ഇതിന്റെ മുകളിൽ, ഈ ട്രബിൾ ക്രോഷ്യയുടെ മുകളിൽ 3 ടൈംസ് നമ്മൾ പീകോട്ട് ചെയ്യാൻ പോവാണ്. കുറച്ച് വലിയ പീകോട്ടാണ് ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റ് പീകോട്ട് ചെയ്യാം. ഫസ്റ്റ് പീകോട്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ ഇടുന്ന ചെയിന് 6 ചെയിൻസ് ആണ് കേട്ടോ. 1 2 3 4 5 6 ചെയിൻസ് ആണ് ഇടുന്നത്. ആദ്യം നമ്മൾ ഈ പീകോട്ട് ചെയ്യുന്ന സമയത്ത് ചെയിൻ ഇട്ടിട്ട് ഫസ്റ്റ് ചെയിനിന്റെ ബാക്കിലെ ബമ്പിലാണ് സ്റ്റിച്ച് ചെയ്തത്. ഇവിടെ നമ്മൾ കുറച്ച് വ്യത്യാസമായിട്ട് ചെയ്യുവാണ്. ഇവിടെ നമ്മൾ ചെയ്യാൻ പോകുന്നത് എങ്ങനെയാന്ന് വെച്ചാൽ, നമ്മൾ ട്രബിൾ ക്രോഷ്യ ചെയ്തപ്പോൾ ഇത് ഒരു ലൂപ്പാണ്. ഇത് ട്രബിൾ ക്രോഷ്യയുടെ മുകളിലുള്ള ലൂപ്പാണ്. ഈ 2 ലൂപ്പും ചേർന്നിട്ടാണ് നമുക്കൊരു സ്റ്റിച്ച് ആവുന്നത്. ഇത് ഫ്രണ്ട് ലൂപ്പ്, ഇത് ബാക്ക് ലൂപ്പ്. ഫ്രണ്ട് ലൂപ്പും സൈഡിലുള്ള സ്റ്റിച്ചും ഇതാ കാണുന്നില്ലേ, സൈഡിൽ കാണുന്നില്ലേ, ഈ ഫ്രണ്ട് ലൂപ്പും ഈ സൈഡിലുള്ള ഈ സ്റ്റിച്ചും ഇതിൽ കൂടെയാണ് നമ്മൾ ഹുക്ക് ഇൻസേർട്ട് ചെയ്ത് സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യാൻ പോകുന്നത് കേട്ടോ. ഈ സൈഡിലുള്ള ഈ 2 സ്റ്റിച്ചസ്, ഫ്രണ്ട് ലൂപ്പും സൈഡിലുള്ള ഈ സ്റ്റിച്ച്, ഇതിലാണ് നമ്മളിനി സ്റ്റിച്ച് ചെയ്യാൻ പോകുന്നത്, സ്ലിപ്പ് സ്റ്റിച്ച് ഇടാൻ പോകുന്നത്. അപ്പോൾ ബാക്കിലുള്ള ഈ ബമ്പിൽ ഇടുമ്പോൾ ഇത് കുറച്ച് വലിയൊരു, ഇവിടെ ഒരു ഹോള് വന്നത് കണ്ടോ, ഇതുപോലത്തെ വലിയ ഹോള് വരും. അപ്പോൾ കുറച്ച് വൃത്തികേടായിരിക്കും. അപ്പോൾ കുറച്ച് ഫിനിഷിങ് ലുക്കിൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഈ സൈഡിൽ കാണുന്ന ഈ 2 സ്റ്റിച്ചസിലുമാണ് സ്ലിപ്പ് സ്റ്റിച്ച് ഇടാൻ പോകുന്നത്, ഹുക്ക് ഇൻസേർട്ട് ചെയ്യാൻ പോകുന്നത്. ഫ്രണ്ട് ലൂപ്പും ഈ സൈഡിലെ ഈ സ്റ്റിച്ചും, എന്നിട്ട് ഈ 2 സ്റ്റിച്ചിലും കൂടി ഹുക്ക് ഇൻസേർട്ട് ചെയ്ത് യാണ് വലിച്ചെടുത്ത് സ്ലിപ്പ് സ്റ്റിച്ച്. ഓക്കെ, ഇത് ഫസ്റ്റ് പീകോട്ട്. ഇനി സെക്കൻഡ് പീകോട്ട് ചെയ്യാം. സെക്കൻഡ് പീകോട്ട് ഫസ്റ്റ് പീകോട്ടിനെക്കാട്ടിലും കുറച്ചുകൂടി വലിയ പീകോട്ടാണ്. അതുകൊണ്ട് 8 ചെയിൻ സ്റ്റിച്ച് ഇടാം. 1 2 3 4 5 6 7 8 ചെയിൻ സ്റ്റിച്ച് ഇട്ടിട്ട് ആ സെയിം സ്റ്റിച്ചിൽ തന്നെ, ആദ്യം നമ്മൾ സ്ലിപ്പ് സ്റ്റിച്ച് ഇട്ടില്ലേ, ആ സെയിം സ്റ്റിച്ചിൽ തന്നെ ഹുക്ക് ഇൻസേർട്ട് ചെയ്ത് യാണ് വലിച്ചെടുത്ത് നമുക്ക് സ്ലിപ്പ് സ്റ്റിച്ച് ഇടാം. ഓക്കെ, സെക്കൻഡ് പീകോട്ട് റെഡിയായി. 2 പീകോട്ട് ചെയ്തു. ഇനി
തേർഡ് പീക്കോട്ട് ചെറുതാണ്, ഇതുപോലെ ചെറിയ പീക്കോട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ 6 ചെയിൻ, 1 2 3 4 5 6 ചെയിനാണ് ഇടുന്നത്. 6 ചെയിൻ ഇട്ടിട്ട് സെയിം നമ്മൾ നേരത്തെ സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്ത ആ സെയിം സ്റ്റിച്ചിനുള്ളിൽ കൂടി തന്നെ ഹുക്ക് ഇൻസേർട്ട് ചെയ്ത് യാൺ വലിച്ചെടുത്ത് സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യണം. ഇപ്പോൾ നമ്മുടെ പീക്കോട്ട് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. 3 പീക്കോട്ട്, 2 സൈഡിലുള്ളതും ചെറുത്, നടുക്കുള്ളത് മാത്രം വലിയ പീക്കോട്ട്. 3 പീക്കോട്ട് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇപ്പോൾ തന്നെ ഒരു സ്നോ ഫ്ലേക്സിൻ്റെ ചെറിയൊരു ഷേപ്പൊക്കെ വന്നിട്ടുണ്ടല്ലോ അല്ലേ. ഇനി നെക്സ്റ്റ് വന്ന് നമുക്ക് 3 ട്രബിൾ ക്രൂഷ്യ ആണ് ചെയ്യേണ്ടത്. അതിൽ 2 ട്രബിൾ ക്രൂഷ്യ ചെയ്തു, സെക്കൻഡ് ട്രബിൾ ക്രൂഷ്യയിലാണ് പീക്കോട്ട് ചെയ്തത്. ഈ തേർഡ് ട്രബിൾ ക്രൂഷ്യ, നെക്സ്റ്റ് ഡബിൾ ക്രൂഷ്യ, നെക്സ്റ്റ് സിംഗിൾ ക്രൂഷ്യ ചെയ്തിട്ട് ഇവിടെ നമ്മൾ ഈ സൈഡ് നമ്മൾ ചെയ്യുന്നത് പോലെ തന്നെ ഈ സൈഡിലും ഒരു ചെറിയ പീക്കോട്ട് ചെയ്യണം. ചെയിൻ 4, 1 2 3 4 ചെയിൻ 4 ഇട്ടിട്ട് ഈ നമുക്ക് നേരത്തെ ചെയ്തതുപോലെ ഈ 2 ബമ്പിലിടുന്നില്ല സ്ലിപ്പ് സ്റ്റിച്ച്, ഈ 2 ഫ്രണ്ട് ലൂപ്പിലും സൈഡിലെ സ്റ്റിച്ചിലും കൂടി ചേർത്ത് നമുക്കൊരു സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യാം. ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾക്ക് പീക്കോട്ട് വന്ന് കാണാൻ കുറച്ച് ഫിനിഷിംഗ് ലുക്കിലിരിക്കും. വ്യത്യാസം കണ്ടോ, ഇവിടെ ഒരു ഹോള് വന്നിട്ടുണ്ട് കേട്ടോ. ഇങ്ങനെ കാണിക്കാൻ വേണ്ടിയിട്ടാണ്, വ്യത്യാസം കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇവിടെ ബാക്കിലെ ബമ്പിലിട്ടത്. അങ്ങനെയും ചെയ്യാം, അത് കുറച്ചുകൂടി ഈസി ആയിരിക്കും. പക്ഷേ നമുക്ക് കുറച്ച് വലിയ പീക്കോട്ടൊക്കെ ചെയ്യുമ്പോൾ ഇതുപോലെ ഹോള് വീഴും, കുറച്ച് വലിയ ഹോളാവുമ്പോഴത്തേക്കും ഒരു ഫിനിഷിംഗ് ആയിട്ടിരിക്കില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ സൈഡിലെ സ്റ്റിച്ചിൽ സ്ലിപ്പ് സ്റ്റിച്ച് ഇട്ടത് കേട്ടോ. നെക്സ്റ്റ് 2 സ്റ്റിച്ചിൽ സിംഗിൾ ക്രൂഷ്യ, നെക്സ്റ്റ് 2 സ്റ്റിച്ചസിൽ ചെയ്യേണ്ടത് സിംഗിൾ ക്രൂഷ്യ. 1 2 നെക്സ്റ്റ് ചെയിൻ 1, ചെയിൻ 1 ഇട്ടിട്ട് ഈ 2 സിംഗിൾ ക്രൂഷ്യയും സ്കിപ്പ് ചെയ്യാൻ പോവാണ്. സ്കിപ്പ് ചെയ്തിട്ട് നെക്സ്റ്റ് 2 സിംഗിൾ ക്രോഷ്യയിൽ നെക്സ്റ്റ് 2 സ്റ്റിച്ചസിൽ സിംഗിൾ ക്രോഷ്യ, 2 സ്റ്റിച്ചസിൽ തൊട്ടടുത്തുള്ള 2 സ്റ്റിച്ചസ് സ്കിപ്പ് ചെയ്തിട്ട് നെക്സ്റ്റ് 2 സ്റ്റിച്ചിൽ സിംഗിൾ ക്രോഷ്യ. നെക്സ്റ്റ് 2 സ്റ്റിച്ചിൽ സിംഗിൾ ക്രോഷ്യ ചെയ്തിട്ട് ഇനി വരുന്നത് ഈ ചെയിൻ 4 സ്പേസിലാണ്. ഈ ചെയിൻ 4 സ്പേസിൽ ഫസ്റ്റ് ചെയിൻ സ്റ്റിച്ചിനുള്ളിൽ ഫസ്റ്റ് ഒരു സിംഗിൾ ക്രോഷ്യ ചെയ്ത ഉടനെ തന്നെ ഒരു പീക്കോട്ട് ചെയ്യണം. ചെയിൻ 4, 1 2 3 4 പീക്കോട്ട് ചെയ്യുക. പീക്കോട്ട് ചെയ്തിട്ട് ബാക്കിലുള്ള സ്റ്റിച്ചിൽ കൂടിയും സ്ലിപ്പ് സ്റ്റിച്ച് ഇടാം. ഇല്ലെങ്കിൽ അത് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഈ സൈഡിൽ കാണുന്ന ഈ 2 സ്റ്റിച്ചിനുള്ളിൽ കൂടിയും ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് ഒരു സ്ലിപ്പ് സ്റ്റിച്ച് ഇട്ട് പീക്കോട്ടിനെ ക്ലോസ് ചെയ്യും. ഓക്കെ, ഇനി നെക്സ്റ്റ് ഈ ചെയിൻ 4 സ്പേസിൽ നെക്സ്റ്റ് എന്താ ചെയ്യാൻ പോണത്? ഡബിൾ ക്രോഷ്യ. ഈ ഡബിൾ ക്രോഷ്യ ചെയ്തിട്ട് നെക്സ്റ്റ് ചെയ്യാൻ പോണത് 3 ട്രബിൾ ക്രോഷ്യ ആണ്. ഫസ്റ്റ് ട്രബിൾ ക്രോഷ്യ ചെയ്യാം. ഫസ്റ്റ് ട്രബിൾ ക്രോഷ്യ ചെയ്തു. ഇനി നെക്സ്റ്റ് സെക്കൻഡ് ട്രബിൾ ക്രോഷ്യ. സെക്കൻഡ് ട്രബിൾ ക്രോഷ്യ ചെയ്തിട്ട് ഇനി നമ്മൾ ചെയ്യേണ്ടത് 3 പീക്കോട്ട് സ്റ്റിച്ചാണ് ചെയ്യേണ്ടത്. 3 പീക്കോട്ട് സ്റ്റിച്ച് ചെയ്യണം. ഫസ്റ്റ് പീക്കോട്ട് ചെയ്യാം. ഫസ്റ്റ് പീക്കോട്ട് ചെയ്യാനായിട്ട് 6 ചെയിൻ ഇടണം. 1 2 3 4 5 6 ചെയിൻ സ്റ്റിച്ച് ഇട്ടിട്ട് ഈ 2 സൈഡിലുള്ള ഈ 2 സ്റ്റിച്ച് ഉണ്ടല്ലോ, ഫസ്റ്റ് സ്റ്റിച്ചിൻ്റെ വരുന്ന 2 സൈഡിലുള്ള 2 സ്റ്റിച്ചിനുള്ളിൽ കൂടി ഹുക്ക് ഇൻസേർട്ട് ചെയ്ത് സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്ത് പീക്കോട്ട് ക്ലോസ് ചെയ്യണം. അപ്പോൾ ഫസ്റ്റ് 6 ചെയിൻ സ്റ്റിച്ച് ഇട്ടു. ഇനി നെക്സ്റ്റ് 8 ചെയിൻ സ്റ്റിച്ച്. 1 2 3 4 5 6
7, 8 ചെയിൻ സ്റ്റിച്ച് ഇട്ടിട്ട് ഈ സൈഡിൽ നമ്മൾ നേരത്തെ ചെയ്തില്ലേ, പീക്കോട്ട് ക്ലോസ് ചെയ്തില്ലേ, ആ സെയിം സ്റ്റിച്ചിൻ്റെ ഉള്ളിൽ കൂടി ഹുക്ക് ഇൻസേർട്ട് ചെയ്ത് യാൺ വലിച്ചെടുത്തിട്ട് സെക്കൻഡ് പീക്കോട്ടിനെയും ക്ലോസ് ചെയ്യാം. അപ്പോൾ നമ്മൾ 2 പീക്കൗട്ട് ചെയ്തിട്ടുണ്ട്. ഇനി തേർഡ് പീക്കൗട്ട് സെയിം സ്റ്റിച്ചിൽ തന്നെ നമുക്ക് ഇനി 6 ചെയിൻ ഇടണം. 1, 2, 3, 4, 5, 6 ചെയിൻ ഇട്ടിട്ട് വീണ്ടും ആ സെയിം സ്റ്റിച്ച് ഫസ്റ്റ് വരുന്ന ആ സ്റ്റിച്ചിൽ സ്ലിപ്പ് സ്റ്റിച്ച് ഇട്ട് തേർഡ് പീക്കൗട്ടിനെ ക്ലോസ് ചെയ്യാം. അപ്പോൾ നമ്മൾ 3 പീക്കൗട്ട് ചെയ്തു. ഈ സൈഡിൽ കാണുന്ന 2 പീക്കൗട്ടും ചെറുതും നടുക്കുള്ളത് വലുതുമാണ്. അപ്പോൾ ഈ സൈഡിലുള്ള 2 പീക്കൗട്ടിന് 6 ചെയിനും നടുക്കുള്ള പീക്കൗട്ടിന് 8 ചെയിനുമാണ് ഇടുന്നത്. അത് മറക്കാൻ പാടില്ല. അപ്പോൾ ഇപ്പോൾ നമുക്ക് പീക്കൗട്ട് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. 3 പീക്കൗട്ട്സും കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് ഇപ്പം നമ്മൾ സെക്കൻഡ് ട്രബിൾ ക്രൂഷ്യയുടെ മുകളിലാണ് ഈ 3 പീക്കൗട്ട് ചെയ്തത്. ഇനി വീണ്ടും ഒരു ട്രബിൾ ക്രൂഷ്യ ചെയ്യാനുണ്ട്. അപ്പോൾ 3 ട്രബിൾ ക്രൂഷ്യയാണ് ചെയ്യേണ്ടത്. സെക്കൻഡിൻ്റെ മുകളിലാണ് നമ്മൾ പീക്കൗട്ട് ചെയ്തത്. അപ്പോൾ ഇനി ഒരു ട്രബിൾ ക്രൂഷ്യ കൂടെ ചെയ്യണം. ട്രബിൾ ക്രൂഷ്യ, ഇത് തേർഡ് ട്രബിൾ ക്രൂഷ്യ. മറക്കരുത്, 3 ട്രബിൾ ക്രൂഷ്യയിലാണ്. 3 ട്രബിൾ ക്രൂഷ്യയിൽ നടുക്കുള്ള ട്രബിൾ ക്രൂഷ്യയിലാണ് പീക്കൗട്ട് ചെയ്യേണ്ടത്. ട്രബിൾ ക്രൂഷ്യ ചെയ്തിട്ട് നെക്സ്റ്റ് ഡബിൾ ക്രൂഷ്യ ചെയ്തിട്ട് നെക്സ്റ്റ് സിംഗിൾ ക്രൂഷ്യ ചെയ്തിട്ട് മറക്കാൻ പാടില്ല, വീണ്ടും നമ്മളൊരു പീക്കൗട്ട് ചെയ്യണം. ഇവിടെ സ്റ്റാർട്ട് ചെയ്തപ്പോൾ നമ്മൾ പീക്കൗട്ട് ചെയ്തില്ലേ, അതുപോലെ പീക്കൗട്ട് ചെയ്യണം. ചെറിയൊരു പീക്കൗട്ടാണ്. 1, 2, 3, 4 ചെയിൻ സ്റ്റിച്ചാണ് ഇടേണ്ടത്. 4 ചെയിൻ സ്റ്റിച്ച് ഇട്ടിട്ട് ഈ സൈഡിൽ കാണുന്ന ഈ 2 സ്റ്റിച്ചിൻ്റെ ഉള്ളിൽ കൂടിയും ഹുക്ക് ഇൻസേർട്ട് ചെയ്ത് സ്ലിപ്പ് സ്റ്റിച്ച് ഇട്ട് പീക്കൗട്ടിനെ ക്ലോസ് ചെയ്യാം. ഓക്കെ, ഇനി നെക്സ്റ്റ് 2 സ്റ്റിച്ചസിൽ സിംഗിൾ ക്രൂഷ്യ ചെയ്യണം. നെക്സ്റ്റ് 2 സ്റ്റിച്ചസിൽ സിംഗിൾ ക്രൂഷ്യ. 1, 2. നെക്സ്റ്റ് 2 സ്റ്റിച്ചസ് സിംഗിൾ ക്രൂഷ്യ ചെയ്തിട്ട് ചെയിൻ 1 ഇട്ടിട്ട് നെക്സ്റ്റ് 2 സ്റ്റിച്ചിനെ സ്കിപ്പ് ചെയ്യണം. ഈ 2 സ്റ്റിച്ചസിനെ സ്കിപ്പ് ചെയ്യണം. ഈ 2 സ്റ്റിച്ചിനെ സ്കിപ്പ് ചെയ്തിട്ട് തേർഡ് സ്റ്റിച്ചിൽ ഫോർത്ത് സ്റ്റിച്ചിൽ വീണ്ടും ഈ 2 സ്റ്റിച്ചിലും സിംഗിൾ ക്രോഷ്യ. ഈ 2 സ്റ്റിച്ചിലും സിംഗിൾ ക്രോഷ്യ, സെക്കൻഡ് സിംഗിൾ ക്രോഷ്യ. ഇനി നെക്സ്റ്റ് ചെയിൻ 4 സ്പേസിൽ ഈ സെയിം പാറ്റേൺ വന്ന് കണ്ടിന്യൂ ചെയ്യണം. ഞാൻ ഒരിക്കൽ കൂടി കാണിച്ചു തരാം എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ളത്. ഇനി ചെയ്യാൻ പോകുന്നത് ചെയിൻ 4-നുള്ളിലാണ്. ഫസ്റ്റ് ഒരു സിംഗിൾ ക്രോഷ്യ. സിംഗിൾ ക്രോഷ്യ ചെയ്ത ഉടനെ തന്നെ പീക്കൗട്ട് ചെയ്യണം, മറക്കാൻ പാടില്ല. ചെറിയൊരു പീക്കൗട്ടാണ്. 1, 2, 3, 4 ചെയിൻ ഇട്ടിട്ട് ഒരു ചെറിയൊരു പീക്കൗട്ട് ചെയ്യണം. ഇത് സൈഡിലുള്ള 2 സ്റ്റിച്ചിലും കൂടി ഹുക്കിനെ ഇൻസേർട്ട് ചെയ്ത് ഈ പീക്കൗട്ടിനെ ഇനി ക്ലോസ് ചെയ്യാം. അപ്പോൾ ഫസ്റ്റ് പീക്കൗട്ട് കംപ്ലീറ്റ് ആയി. ഇനി നെക്സ്റ്റ് ഡബിൾ ക്രോഷ്യ. ഡബിൾ ക്രോഷ്യ ചെയ്തിട്ട് ഇനി ചെയ്യേണ്ടത് 3 ട്രബിൾ ക്രോഷ്യ ആണ്. ഇത് ഫസ്റ്റ് ട്രബിൾ ക്രോഷ്യ 1. സെക്കൻഡ് ട്രബിൾ ക്രോഷ്യയുടെ മുകളിൽ 3 പീക്കൗട്ട് ചെയ്യണം, മറക്കാൻ പാടില്ല. നമുക്ക് സെക്കൻഡ് ട്രബിൾ ക്രോഷ്യ ചെയ്യാം. ഇനി ഈ സെക്കൻഡ് ട്രബിൾ ക്രോഷ്യയുടെ മുകളിൽ നമുക്ക് 3 പീക്കൗട്ട് ചെയ്യണം. ആദ്യം 6 ചെയിൻ ആണ് ഫസ്റ്റ് പീക്കൗട്ടിന്. 1, 2, 3, 4, 5, 6 ചെയിൻ ഇട്ടിട്ട് നമുക്ക് ഞാൻ ചെയ്യുന്നത് പോലെ ചെയ്താൽ മതിയാകും. ക്ലോസ് ചെയ്യാം. ഇതൊരു പീക്കൗട്ടായി. ഇനി സെക്കൻഡ് പീക്കൗട്ട് വന്ന് കുറച്ചുകൂടി വലിയ പീക്കൗട്ടാണ്. 8 ചെയിൻ ഇടണം. 1, 2, 3, 4, 5, 6, 7, 8
8 ചെയിൻ ഇട്ടിട്ട് സൈഡിൽ ആ സെയിം നമ്മൾ ആദ്യം പീക്കോട്ട് ക്ലോസ് ചെയ്യാൻ ഇട്ട് ആ സൈഡ് സ്റ്റിച്ചിൽ കൂടെ ഇട്ട് ക്ലോസ് ചെയ്യാം. വീണ്ടും ഒരു പീക്കോട്ട് കൂടി ചെയ്യണം. അത് 6 ചെയിൻ ആണ്. 1 2 3 4 5 6. സെയിം ആ സ്റ്റിച്ചിൽ കൂടി ഇൻസേർട്ട് ചെയ്ത് തേർഡ് പീക്കോട്ടിനെയും നമുക്ക് ക്ലോസ് ചെയ്യാം. മൂന്ന് പീക്കോട്ട് സ്റ്റിച്ച് ആയിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് തേർഡ് ട്രബിൾ ക്രോഷേ. തേർഡ് ട്രബിൾ ക്രോഷേ ചെയ്തു. ഇനി നെക്സ്റ്റ് ഡബിൾ ക്രോഷേ, നെക്സ്റ്റ് ഒരു സിംഗിൾ ക്രോഷേ. സിംഗിൾ ക്രോഷേ ചെയ്ത ഉടനെ എന്താണ് ചെയ്യേണ്ടത്? വീണ്ടും സിംഗിൾ ക്രോഷയുടെ മുകളിൽ ഒരു പീക്കോട്ട് ചെയ്യണം. ചെറിയൊരു പീക്കോട്ട് 1 2 3 4 ചെയിൻ ഇട്ടിട്ട് പീക്കോട്ട് ചെയ്യണം. ഇനി നെക്സ്റ്റ് 2 സ്റ്റിച്ചസിൽ തൊട്ടടുത്തുള്ള 2 സ്റ്റിച്ചസിൽ സിംഗിൾ ക്രോഷേ, ചെയിൻ 1 ഇട്ടിട്ട് 2 സ്റ്റിച്ചിനെ സ്കിപ്പ് ചെയ്യണം. ഈ 2 സ്റ്റിച്ചിനെയും സ്കിപ്പ് ചെയ്യണം. 1 2 ഈ 2 സ്റ്റിച്ചിനെ സ്കിപ്പ് ചെയ്തിട്ട് തേർഡ് സ്റ്റിച്ചിലും ഫോർത്ത് സ്റ്റിച്ചിലും സിംഗിൾ ക്രോഷേ. 1 2 സിംഗിൾ ക്രോഷേ. ഇനി ഈ ചെയിൻ 4ൽ നമ്മൾ നേരത്തെ ചെയ്ത ഈ സെയിം പാറ്റേൺ കണ്ടിന്യൂ ചെയ്യുക. ചെയിൻ 4ൽ ഫസ്റ്റ് സിംഗിൾ ക്രോഷേ, അതിൻ്റെ മുകളിൽ ഒരു പീക്കോട്ട് ചെയ്യണം. 4 ചെയിൻ ഇട്ടിട്ടുള്ള ഒരു പീക്കോട്ടാണ്, മറക്കരുത്. നെക്സ്റ്റ് ഡബിൾ ക്രോഷേ, നെക്സ്റ്റ് 3 ട്രബിൾ ക്രോഷേ ആണ്. അപ്പോൾ 3 ട്രബിൾ ക്രോഷയുടെ സെക്കൻഡ് ട്രബിൾ ക്രോഷയുടെ മുകളിൽ 3 പീക്കോട്ട് ചെയ്യണം. 2 6 ചെയിൻ യൂസ് ചെയ്തിട്ടുള്ളത്, നടുക്കുള്ളത് 8 ചെയിൻ യൂസ് ചെയ്തിട്ടുള്ള ഒരു പീക്കോട്ടാണ്. നെക്സ്റ്റ് ഡബിൾ ക്രോഷേ, നെക്സ്റ്റ് സിംഗിൾ ക്രോഷേ ചെയ്തിട്ട് ചെയിൻ 4 ഇട്ടിട്ട് ഒരു ചെറിയൊരു പീക്കോട്ട് ചെയ്തിട്ട് സെയിം പാറ്റേൺ തന്നെ കണ്ടിന്യൂ ചെയ്യാം കേട്ടോ. അപ്പോൾ സ്നോഫ്ലേക്സിൻ്റെ 3 സൈഡ് ചെയ്തിട്ടുണ്ട്. ഇനിയും ഒരു 3 സൈഡ് കൂടി ചെയ്യാനുണ്ട്. ഇനി 4 ചെയിൻ ബാലൻസ് ഉണ്ട്. ഈ സെയിം പാറ്റേൺ തന്നെ കണ്ടിന്യൂ ചെയ്യുക. കണ്ടിന്യൂ ചെയ്തിട്ട് നമുക്ക് 4th റൗണ്ടിൻ്റെ എൻഡിലെത്തുമ്പോൾ കാണാം. 4th റൗണ്ടിൻ്റെ എൻഡിലെത്തിയിട്ടുണ്ട്. ഇനി ലാസ്റ്റ് സിംഗിൾ ക്രോഷയും ഒരു പീക്കോട്ടും കൂടി ചെയ്യാം. സിംഗിൾ ക്രോഷേ ചെയ്തിട്ട് പീക്കോട്ട് ചെയ്തു. പീക്കോട്ട് ചെയ്തിട്ട് ഇനി നെക്സ്റ്റ് ചെയ്യേണ്ടത് തൊട്ടടുത്തുള്ള ഈ 2 സ്റ്റിച്ചസിൽ സിംഗിൾ ക്രോഷേ ചെയ്യണം. ഇതിലും ഇതിലും. ഓക്കെ, ഫസ്റ്റ് സ്റ്റിച്ചിൽ സിംഗിൾ ക്രോഷേ ചെയ്യാം, സെക്കൻഡ് സ്റ്റിച്ചിൽ ഇനി ചെയ്യാം. ഈ 2 സ്റ്റിച്ചിലും സിംഗിൾ ക്രോഷേ ചെയ്തിട്ട് നമ്മൾ ഫസ്റ്റ് ചെയ്ത ചെയിൻ സ്റ്റിച്ച് ഉണ്ടല്ലോ, ഇവിടെ നമ്മൾ 2 ചെയിൻ സ്റ്റിച്ച് ചെയ്തല്ലേ, അതിൽ ഫസ്റ്റ് ചെയ്ത ചെയിൻ സ്റ്റിച്ചിൽ സ്ലിപ്പ് സ്റ്റിച്ച് ഇട്ട് 4th റൗണ്ടിന് ക്ലോസ് ചെയ്യണം. നമുക്ക് എടുക്കാൻ പറ്റും. സ്റ്റിച്ച് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും, എന്നാലും നമുക്ക് എടുക്കാൻ പറ്റും കേട്ടോ. ഇതാണ് ഫസ്റ്റ് ചെയിൻ സ്റ്റിച്ച്. ഈ ഫസ്റ്റ് ചെയിൻ സ്റ്റിച്ചിൽ സ്ലിപ്പ് സ്റ്റിച്ച് ഇട്ട് 4th റൗണ്ടിന് ക്ലോസ് ചെയ്യും. ഇനി നെക്സ്റ്റ് ചെയ്യേണ്ടത് ഹാങ്ങിങ് ആണ്. ഇനി നെക്സ്റ്റ് ചെയ്യേണ്ടത് നമുക്ക് ട്രീയിൽ ഹാങ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഹാങ്ങിങ്ങിന് വേണ്ടിയിട്ടാണ് 20 ചെയിൻ സ്റ്റിച്ച് ഇടണം. 1 2 3 4 5 6 7 8 9 10 20 ചെയിൻ സ്റ്റിച്ച് ഇട്ടിട്ട് സെയിം സ്റ്റിച്ചിൽ തന്നെ ഒരു
സ്ലിപ്പ് സ്റ്റിച്ച് ഇട്ട് നമുക്ക് ക്ലോസ് ചെയ്യാം. ഓക്കെ, ഇതിപ്പോൾ ഹാങ് ചെയ്യാനുള്ള ഹാങ്ങിങ് റെഡി ആയിട്ടുണ്ട്. ഇനി ഒരു ചെയിൻ 1 ചെയിൻ കൊണ്ടിട്ട് യാണിനെ കുറച്ച് നീളത്തിൽ എടുത്ത് കട്ട് ചെയ്യാം. ഇനി നമുക്കിതിനെ ഈ യാണിനെ സെക്യൂർ ചെയ്യണം. കുറച്ച് നീളത്തിൽ വിട്ടിട്ട് കട്ട് ചെയ്യണം. ഇനി യാൺ നീഡിൽ എടുത്തിട്ട് നമുക്കിനി ഈ യാണിനെ പുറകിലോട്ട് സെക്യൂർ ചെയ്ത് വെക്കാവേ. ബാലൻസ് ചെയ്യാനെ കട്ട് ചെയ്ത് കളയാം. ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്നോ ഫ്ലേക്സ് റെഡി ആയിട്ടുണ്ട്. നമുക്കിവിടെ ഇങ്ങനെ പിടിച്ചിട്ട് ക്രിസ്മസ് ട്രീയിൽ ഹാങ് ചെയ്യാം. നല്ല ഭംഗിയില്ലേ? ഇത് ഞാനിപ്പോൾ ചെയ്ത സ്നോ ഫ്ലേക്സ് ഒന്ന് വൈറ്റ് കളറിലാണ്, റെഡ് കളറിലും ചെയ്യാവുന്നതാണ് കേട്ടോ. ഈ സ്നോ ഫ്ലേക്സ് കുറച്ചുകൂടി സ്റ്റിഫായിട്ട് നിൽക്കണമെന്നുണ്ടെങ്കിൽ സ്റ്റാർച്ചിൽ മുക്കിയിട്ട് നമുക്ക് ഇതിനെ ബ്ലോക്കിംഗ് ചെയ്താൽ മതിയാകും. ഞാനിപ്പോൾ ഈ ബ്ലോക്കിംഗ് ഒന്നും ചെയ്യാൻ പോകുന്നില്ല. ഫസ്റ്റ് ഓഫ് ഓൾ എൻ്റെ അടുത്ത് ബ്ലോക്കിംഗ് ചെയ്യേണ്ട മെറ്റീരിയൽ ഒന്നും ഇല്ല. ഞാൻ ബ്ലോക്കിംഗ് ചെയ്യാറ് കാർഡ്ബോർഡ് ബോക്സിൽ വെച്ചിട്ടാണ് മാക്സിമം ഞാൻ ബ്ലോക്കിംഗ് ഒക്കെ ചെയ്യാറുള്ളത്, ഈ ഗ്രാനി സ്ക്വയർ ഒക്കെ ചെയ്യുന്ന ടൈമിൽ. ഞാനിനി ഗ്രാനി സ്ക്വയർ ചെയ്യുമ്പോൾ എപ്പോഴെങ്കിലും ഞാൻ എനിക്ക് കാണിച്ചു തരാം എങ്ങനെയാണ് ഞാൻ ബ്ലോക്കിംഗ് ചെയ്യുന്നതെന്നുള്ളത്. ഇപ്പോൾ ഈ ത്രെഡ് കുറച്ച് ഒത്തിരി തിക്കോ അല്ല ഭയങ്കര തിന്നും അല്ല, ആ ഒരു മീഡിയം സൈസിലുള്ള ത്രെഡാണ് എൻ്റെ കയ്യിലുള്ളത്. അപ്പോൾ അതുകൊണ്ട് ഇത് മതിയാവും, കുറച്ച് സ്റ്റിഫായിട്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്നോ ഫ്ലേക്സ് റെഡി ആയിട്ടുണ്ട്. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഞാൻ പറഞ്ഞു തന്നതും എല്ലാവർക്കും മനസ്സിലായെന്നും ഞാൻ വിശ്വസിക്കുന്നു. എല്ലാ പേരും ചെയ്തു നോക്കണം. ചെയ്തു നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം കമന്റ്സിൽ കൂടെ അറിയിക്കണം കേട്ടോ. ഇന്ന് നമ്മൾ നോക്കിയത് എന്താണ്, സ്നോ ഫ്ലേക്സ് എങ്ങനെ ചെയ്യേണ്ടതെന്നാണ് ഇന്ന് നമ്മൾ നോക്കിയത്. ഇത് നമുക്ക് വളരെ എളുപ്പത്തിൽ തന്നെ ചെയ്തെടുക്കാൻ പറ്റുന്നത്. ഒരു ഹാഫ് ആൻ അവർ ഒക്കെ മതിയാകും ഈ വർക്ക് ചെയ്യാനായിട്ട്. നെക്സ്റ്റ് ഞാൻ പറയാൻ പോകുന്നത് സാന്റാ ഹാറ്റിനെ കുറിച്ചാണ്. ഈ സാന്റാ ഹാറ്റ് ചെയ്യുന്ന ട്യൂട്ടോറിയൽ വീഡിയോ ഞാൻ നേരത്തെ തന്നെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അതിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. പക്ഷെ സാന്റാ ഹാറ്റ് ഞാൻ ചെയ്തിരിക്കുന്നത് വോയിസ് ഓവർ വീഡിയോയിലല്ല ചെയ്തിരിക്കുന്നത്. ഞാൻ യൂട്യൂബ് സ്റ്റാർട്ട് ചെയ്ത സമയത്ത് ഞാൻ വോയിസ് ഓവർ അല്ല ചെയ്തിരുന്നത്, ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കും സബ് ടൈറ്റിൽ കൊടുത്തിട്ടായിരുന്നു ഞാൻ ചെയ്തിരുന്നത്. അപ്പോൾ സാന്റാ ഹാറ്റും ഞാൻ വന്നൊരു ക്രിസ്മസ് ടൈം എടുത്ത ഒരു ട്യൂട്ടോറിയൽ വീഡിയോ ആയിരുന്നു. വോയിസ് ഓവർ അല്ല, സബ് ടൈറ്റിൽ കൊടുത്താണ് ചെയ്തിട്ടുള്ളത്. ഈ സാന്റാ ഹാറ്റിന്റെ ട്യൂട്ടോറിയൽ വീഡിയോയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കേട്ടോ. ആർക്കെങ്കിലും കാണണമെന്നുണ്ടെങ്കിൽ പോയി കണ്ടോളൂ. പിന്നെ ആർക്കെങ്കിലും സെയിം ഹാറ്റ് തന്നെ സാന്റാ ഹാറ്റിന്റെ വോയിസ് ഓവർ ട്യൂട്ടോറിയൽ വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ കമന്റ്സിൽ കൂടെ അറിയിച്ചാൽ മതി, ഞാൻ ചെയ്തിടുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മൾ പുതിയൊരു സീരീസ് സ്റ്റാർട്ട് ചെയ്യുവാണ്. എല്ലാവർക്കും ഈ സീരീസ് ഇഷ്ടപ്പെടുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്നെ സപ്പോർട്ട് ചെയ്യണം. ഇതുവരെയ്ക്കും സപ്പോർട്ട് ചെയ്ത എല്ലാ പേർക്കും താങ്ക് യു സോ മച്ച്. ഒരുപാട് നന്ദിയുണ്ട്. എൻ്റെ വീഡിയോസ് കണ്ട് കമൻറ്റ്സ് ഇടുന്നവർക്കും എന്നെ സപ്പോർട്ട് ചെയ്യുന്നവർക്കും എൻ്റെ സബ്സ്ക്രൈബേഴ്സ് എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. അപ്പോൾ ഇനിയും എന്നെ ഇതുപോലെ തന്നെ സപ്പോർട്ട് ചെയ്യണം. ഞാൻ ഈ സീരീസ് ഇട്ടതിന് ശേഷം ഈ സീരീസിനെ കുറിച്ചുള്ള അഭിപ്രായവും നിങ്ങൾ കമൻസിൽ കൂടെ അറിയിക്കണം കേട്ടോ. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്യേണ്ട ടൈമായി.
നിങ്ങളുടെ ഫ്രണ്ട്സിന് ആർക്കെങ്കിലും കൃഷി പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിലും എൻ്റെ ചാനൽ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. മാക്സിമം എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കണം. ഷെയർ ചെയ്ത് കൊടുത്ത് എന്നെ സപ്പോർട്ട് ചെയ്യണം. നമുക്കിനി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. അതുവരെ ടേക്ക് കെയർ, ബൈ.